ആചാരപ്പെരുമയോടെ വൈക്കത്തഷ്ടമിയുടെ സമാപന ചടങ്ങായ ആറാട്ട് ഭക്തിസന്ദ്രമായി. തന്ത്രിമാരായ കിഴക്കിനടുത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി, ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ആറാട്ട് എഴുന്നള്ളിപ്പ്. അനുജ്ഞാപൂജ ചെയ്ത് ആറാട്ടുബലി തൂകിയ ശേഷം കൊടിക്കൂറയിൽ നിന്നും വൈക്കത്തപ്പന്റെ ചൈതന്യം തങ്കവിഗ്രഹത്തിലേക്ക് ആവാഹിച്ചു. വിശേഷാൽ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം വൈക്കത്തപ്പനെ ആന പുറത്തെഴുന്നള്ളിച്ചു. എഴുന്നള്ളിപ്പ് ഒരു പ്രദക്ഷിണത്തിനു ശേഷം കൊടിമരച്ചുവട്ടിലെത്തി പാർവതി ദേവിയോട് യാത്ര ചോദിക്കുകയും വരുന്നതുവരെ പാർവതി ദേവിയെ കാത്തു സംരക്ഷിക്കണമെന്ന് തൻ്റെ അനുചരന്മാർക്ക് നിർദ്ദേശം നൽകിയ ശേഷമാണ് വൈക്കത്തപ്പൻ ആറാട്ടിനായി ഗോപുരമിറങ്ങുന്നത് എന്നാണ് വിശ്വാസം. ഉദയനാപുരം ഇരുമ്പൂഴിക്കരയിലെ ആറാട്ടുകുളത്തിൽ താന്ത്രിക വിധിപ്രകാരം വൈക്കത്തപ്പന്റെ ആറാട്ട് നടന്നു. വാദ്യമേളങ്ങളും സായുധസേനയും അകമ്പടിയായി. ആറാട്ടിനു ശേഷം ഉദയനാപുരം ക്ഷേത്രത്തിൽ കൂടിപ്പൂജയും നടന്നു. ഉദയനാപുരത്തപ്പന്റെ ശ്രീകോവിലിൽ വൈക്കത്തപ്പന്റെയും ഉദയനാപുരത്തപ്പന്റെയും തങ്കവിഗ്രഹങ്ങൾ ഒരേ പീഠത്തിൽ വെച്ച് പൂജ ചെയ്യുന്ന ചടങ്ങാണ് കൂടിപ്പൂജ. കൂടിപ്പൂജ വിളക്കിന് ശേഷം ഉദയനാപുരത്തപ്പനോട് വിട പറഞ്ഞ് വൈക്കത്തപ്പന്റെ എഴുന്നള്ളിപ്പ് വൈക്കം ക്ഷേത്രത്തിലേക്ക് യാത്രയായി. ആറാട്ട്, ശ്രീഭൂതബലി, ഉത്സവബലി എന്നീ വിശേഷപ്പെട്ട ചടങ്ങുകൾക്ക് മൂലവിഗ്രഹമാണ് എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുക എന്നതും പ്രത്യേകതയാണ്. i4 ന്യൂസ്, വൈക്കം.